പഠിപ്പിക്കുന്ന വേറെ ആരുമില്ല. പ്രിയപ്പെട്ടവരെ, എന്താ കാര്യമെന്നറിയാമോ? നമ്മുടെ കർത്താവിന്റെ പ്രമാണം എന്ന് പറയുന്നത് ഉപദേശത്തിന്റെ വഴിയിലൂടെ മാത്രമുള്ള ഒരു പ്രമാണമാണ്. ഒരു ദൈവ വൈതൽ ആ കറക്റ്റ് റൂട്ടിലൂടെ വന്നില്ലെങ്കിൽ അവൻ ഫൗളാവുകയാണ്, അവൻ പരാജയപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഉപദേശത്തിന് ഇത്രമാത്രം പ്രാധാന്യമുള്ളത്. 2 തീമോഥെയോസ് 2:5 നമുക്കറിയാം, ഒരുത്തൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം പോരാടുന്നില്ലെങ്കിൽ അവൻ കിരീടം പ്രാപിക്കുകയില്ല. ഒരുത്തൻ മല്ലുകെട്ടി വളരെ കഠിനാധ്വാനം അധ്വാനിച്ചു, പക്ഷേ ചട്ടം തെറ്റിച്ചായിരുന്നു ഓടിയത്, ഉപദേശം തെറ്റിച്ചായിരുന്നു അവൻ ഓടിയത്, അവന് കിരീടം കിട്ടുകയില്ല. ഇന്നു രാത്രി ഞാൻ പറയട്ടെ, എത്രയെത്ര ഉന്നതമായ കാര്യങ്ങൾ ഒരു വിശ്വാസി ചെയ്താലും ഉപദേശ വിരുദ്ധമായ നിലയിൽ ചെയ്താൽ അത് പരാജയപ്പെട്ടു പോകും. ദൈവം അത് അല്പം പോലും അംഗീകരിക്കുകയില്ല. ഉപദേശത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് ദൈവം നിങ്ങളെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആത്മീക വർധന വരുത്തണം. എന്താ അതിന്റെ പ്രമാണം? യൂദായുടെ ലേഖനം 20-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിച്ച അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും. ഓ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മീക വർധന വരുത്തുവാൻ നമുക്കൊരു അതിവിശുദ്ധ വിശ്വാസമുണ്ട്, നമുക്കൊരു പുസ്തകമുണ്ട്, ഒരു പ്രമാണമുണ്ട്. ഈ പ്രമാണം വിട്ട് ആത്മീക വർധന വരുത്തുവാൻ നമുക്ക് അനുവാദമില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ അതുണ്ട്, ഇതുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും അതിന്റെ പിന്നാലെ പോയാൽ ഇന്നു രാത്രി ഞാൻ പറയട്ടെ, അവർ ഉപദേശം വിട്ടുമാറുകയാണ്. അതിൽ ദൈവം പ്രസാദിക്കുകയില്ല. ഒരുപക്ഷെ പല കാര്യങ്ങൾ കണ്ടുകേട്ടു എന്നൊക്കെ വരാം, അതിൽ ദൈവം പ്രസാദിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അത് സത്യമാണ്. ഇന്നു രാത്രി ഞാനത് ഓർപ്പിക്കുകയാണ്. വചനത്തിന്റെ ഉപദേശത്തിൽ നമ്മൾ നിലനിൽക്കണം. ഈ അതിവിശുദ്ധ വിശ്വാസം വെച്ച് മാത്രമേ നമുക്ക് ആത്മീക വർധന വരുത്താൻ പാടുള്ളൂ. ഉപദേശ പിശകുള്ള പാട്ടുകൾ പാടി സന്തോഷിക്കാൻ നമുക്ക് അനുവാദമില്ല. ഉപദേശ പിശകുള്ള പ്രസംഗങ്ങൾ കേട്ട് സന്തോഷിക്കാൻ നമുക്ക് അനുവാദമില്ല. ഈ 2011 വചനത്തിന് വളരെ സ്വാധീനമുള്ള ജീവിതമായി നമ്മുടെ ജീവിതം തീരട്ടെ. ഒരു കാര്യം കൂടി ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 4-ാം അധ്യായം 24-ാം വാക്യം, 5-ാമത്തെ പോയിന്റ്. പുതിയ വർഷത്തിലേക്ക് പദമൂന്നുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ടതായ 5-ാമത്തെ വസ്തുത, 4-ാം അധ്യായം 24-ാം വാക്യം. അതിന്റെ ആശയം ഞാൻ അങ്ങ് പറഞ്ഞു പോകാം. യഹോവയെ നമ്മൾ ഭയപ്പെടണം എന്നുള്ളതാണ്. ദൈവത്തിന് നിർബന്ധമുണ്ട്, നിങ്ങൾ ഈ ഭയാനകമായ യോർദാൻ നദി കടന്ന് അക്കരയിലേക്ക് പോകുമ്പോൾ എന്നെ നിങ്ങൾ ഭയപ്പെടണം, എന്നെ ഭയപ്പെടണം. നമ്മൾ വായിക്കുന്നു, ദൈവം ചെങ്കടൽ വറ്റിച്ചത്, യോർദാനിലെ വെള്ളം വറ്റിച്ചത് തന്റെ ജനം അവനെ ഭയപ്പെടാൻ വേണ്ടിയാ. ദൈവം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നത്, ഈ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മെ സൂക്ഷിച്ചത്, ഒരു പുതുവർഷ പുലരിയിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. തന്റെ ജനം ദൈവത്തെ ഭയപ്പെടണം. അതിനാണ് ദൈവം നമുക്കിതൊക്കെ തരുന്നത്. സകല ജഡവും യഹോവയെ ഭയപ്പെടണമെന്ന് പറയുന്നു. ആവർത്തനം 4:10 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം പറയുന്നു, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം. അത് മാത്രമല്ല, നിങ്ങളുടെ മക്കളെ അത് പഠിപ്പിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, 2011 ദൈവഭയം ഉള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകട്ടെ. എന്തിനെല്ലാം ദൈവഭയം ആവശ്യമുണ്ട് വിശദീകരിക്കുന്നില്ല. ഒന്നാമത്, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 20-ാം വാക്യം. എന്തിനെല്ലാം ദൈവഭയം ആവശ്യമാണ്? 1 പുറപ്പാട് 20:20, പാപം ചെയ്യാതിരിപ്പാൻ ദൈവഭയം ആവശ്യമാണ്. ദൈവഭയം ആവശ്യമാണ്. പാപമെന്ന് പറഞ്ഞാൽ പട്ടികയിൽപ്പെട്ട പാപങ്ങളല്ല, വചനവിരുദ്ധമായ ഏതൊരു കാര്യവും പാപമാണ്. ആ കാര്യം വചനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ്. 2-ാമത്തെ ആശയം, സങ്കീർത്തനങ്ങൾ 2:11, ഭയത്തോടെ യഹോവയെ സേവിക്കുക. യഹോവയെ സേവിക്കുന്നതിന് ഭയം ആവശ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ലഘുലേഖയെങ്കിലും കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ചില വ്യക്തികളോട് സുവിശേഷം പറയാൻ പറ്റുന്നില്ലെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ വളരെ പരമാർത്ഥമായിട്ട് പറയുന്നു, അങ്ങനെ കഴിയാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? മനസ്സില്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഒരൊറ്റ കാരണമാണ്, ദൈവത്തെ ഭയമില്ല എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഭയമുണ്ടെങ്കിൽ അവന്റെ രക്തം ദൈവം എന്നോട് ചോദിക്കുമെന്ന ആ വാക്യത്തെ ഭയപ്പെടുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഇറങ്ങും. പ്രിയപ്പെട്ടവരെ, ഭയത്തോടെ യഹോവയെ സേവിക്കണം. ഒരു കാര്യം കൂടി ഞാൻ 3-ാമതായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ആരാധനയ്ക്ക് ദൈവഭയം ആവശ്യമാണ്. സങ്കീർത്തനങ്ങൾ 5:7, ഭക്തിയോടെ ആരാധിക്കും, ഭയത്തോടെ ആരാധിക്കും. ആരാധനയ്ക്ക് ദൈവഭയം ആവശ്യമാണ്. 2011 ദൈവം നമുക്ക് തരുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യാതിരിപ്പാൻ, യഹോവയെ സേവിക്കുവാൻ, അവനെ ആരാധിപ്പാൻ നമ്മുടെ ഹൃദയത്തിൽ ഭയമുണ്ടാകട്ടെ.
ആരാധനയ്ക്ക് ഭയം ആവശ്യമാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ഭയത്തോടെയായിരുന്നു കടന്നുപോയത്. എന്നാൽ ആ ഭയം നമുക്ക് ആവശ്യമില്ല. അത്തരത്തിലുള്ള വാക്യങ്ങളും എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ പുതിയ നിയമാരാധകരായ നാം വളരെ ഭയത്തോടെ ദൈവസന്നിധിയിലേക്ക് ചെല്ലേണ്ടതാണ്. കർത്താവിനെ ആരാധിക്കുന്ന ദിവസം ആ ആരാധിക്കുന്ന വിഷയം, അതാണ് ഞാനിവിടെ പറയുന്നത്. വളരെ ഭയത്തോട് കർത്താവിനെ നമ്മൾ ആരാധിക്കണം. തിരുവത്താഴ ശുശ്രൂഷ കർത്താവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ വളരെ ഭയം നമുക്കുണ്ടാകണം. എങ്ങനെയാണ് ആ ഭയം ഉണ്ടാകേണ്ടത്? ഏത് വിഷയത്തിലാണ് ആ ഭയം ഉണ്ടാകേണ്ടത്? നമുക്കറിയാം, പഴയ നിയമത്തിലൊക്കെ ആളുകൾ യഹോവയ്ക്ക് യാഗമർപ്പിച്ചത് ഒരുക്കത്തോടു കൂടിയായിരുന്നു. പുതിയ നിയമത്തിലും എത്രയോ സ്ഥലങ്ങളിൽ നമ്മളിത് കാണുന്നുണ്ട്. കർത്താവിനെ ആരാധിക്കാനായിട്ട് പോകുന്ന ദൈവജനമേ, രാവിലെ ഒരുങ്ങിപ്പോകണം. എങ്ങനെ ഒരുങ്ങണം? ദൈവവചനത്തിന് മുമ്പിൽ ഇരുന്ന് ആരാധന ഒരുക്കിക്കൊണ്ടുപോകണം. 2010 എത്ര പ്രാവശ്യം അത് കഴിഞ്ഞിട്ടുണ്ട്? ഇല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് പറയുവാൻ ഈ രാത്രിയിൽ മനസ്സുണ്ടോ? ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത്. ജീവനില്ല എന്നാരും പറയരുത്. ആർക്കാണ് ജീവനില്ലാത്തത്? ഒരുങ്ങാത്തവർക്കാണ് ജീവനില്ലാത്തത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു ഭയം നമുക്കുണ്ടോ? വെറുതെ പോയാൽ, വെറുതെ സ്തോത്രം ചെയ്താൽ ദൈവം ഇത് അറിയുന്നു എന്നുള്ള ഭയം നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. മറ്റൊരു ഭയം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21-ാം വാക്യം. യാഗപീഠത്തിന്റെ അടുത്ത് ചെന്നപ്പോഴാണ് നിന്റെ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് ബോധ്യമായത്. നമ്മളെയൊക്കെ ഇട്ടുപൂട്ടുന്ന കാര്യമാണത്. നമ്മൾ സാധാരണ രക്ഷപ്പെടുന്നത് എനിക്ക് അങ്ങോട്ടൊന്നുമില്ല, ഇതങ്ങനെയല്ല, ഇങ്ങോട്ട് വല്ലതുമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യാഗവസ്തുവോടെ വെക്കണം. ആരാധന മുടക്കാൻ ആർക്കും അനുവാദമില്ല. പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ അനുവാദമില്ല. പ്രശ്നത്തോടുകൂടി എടുക്കാനും പാടില്ല. പിന്നെന്ത് ചെയ്യണം? അത് പരിഹരിച്ചിട്ട് അതിൽ പങ്കാളികളാകണം. ദൈവത്തിന് സ്തോത്രം. പരിഹരിക്കാതെ ആരെങ്കിലും ഈ 2010 കൂട്ടായ്മ എടുത്തിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരോട് പിണങ്ങിയിരുന്ന ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ, പാപം ചെയ്തു പോയി കർത്താവേ എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി മടങ്ങിപ്പോകാം. ഒരു മടങ്ങി വരവിന്റെ ദിവസമായി ഈ ദിവസം തീരട്ടെ. മൂന്നാമത്തെ ഭയം നമ്മൾ കാണുന്നത്, കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നതിന് ഭയം വേണം, ഒരുങ്ങി വരണം. അതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 11:28, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. കർത്താവിനെ ആരാധിക്കാനായിട്ട് വരുമ്പോൾ ഒരു ഭയം വേണം. എന്താ ഭയം? തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ആർക്കാ തിരുവത്താഴത്തിൽ പങ്കെടുക്കാൻ അനുവാദമുള്ളത്? രക്ഷിക്കപ്പെട്ടിരിക്കണം, സ്നാനപ്പെട്ടിരിക്കണം, വേർപാട് വിശുദ്ധിയും പാലിക്കണം, സഭാബന്ധത്തിൽ മുന്നോട്ട് പോകണം. എല്ലാം ശരിയാണ്. പക്ഷേ പൗലോസ് പറയുന്നു അത് മാത്രം പോരാ, ഒന്നുകൂടി വേണം. എന്താണ്? തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുവാൻ. അതിൽ പങ്കെടുക്കുന്ന ഓരോ പ്രാവശ്യവും ഓരോ വിശ്വാസികളും അങ്ങനെ ചെയ്തേ പറ്റുകയുള്ളൂ. തന്നെത്താൻ ശോധന ചെയ്ത് കുറവുകളെ കണ്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടല്ലാതെ ഒരൊറ്റ സഹോദരനോ സഹോദരിക്കോ തിരുവത്താഴത്തിൽ കൈനീട്ടുവാൻ അനുവാദമില്ല. അങ്ങനെ ചെയ്താൽ അയോഗ്യമായി പങ്കെടുക്കുന്നു എന്നാണ് തൊട്ടടുത്ത് വായിക്കുന്നത്. അവർക്ക് വരുന്ന കഠിനമായ ശിക്ഷ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഭയത്താൽ ഞാനത് വിശദീകരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, 2010 തന്നെത്താൻ ശോധന ചെയ്യാതെ എത്ര പ്രാവശ്യം തിരുവത്താഴത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? ഒരു പേടിയുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ. ദൈവസ്നേഹത്തെ ചൂഷണം ചെയ്തിട്ടില്ലേ? അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥ ശുശ്രൂഷ അണയ്ക്കുന്നത് കൊണ്ട് നാം രക്ഷപ്പെട്ടു നടക്കുകയല്ലേ? ഈ രാത്രി മടങ്ങി വരാം പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. പോയിട്ടില്ലാത്ത പുതിയ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ദൈവത്തെ ഭയപ്പെടേണ്ടതിന്റെ മറ്റൊരു വിഷയം നമ്മളിവിടെ കാണുന്നത്, ആ വായിച്ച ഭാഗത്ത് കാണുന്നത്, അവന്റെ പ്രത്യക്ഷത അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവ് ആസന്നമായിരിക്കുകയാണ്. നാം വാസ്തവത്തിൽ കണ്ണിലെണ്ണയൊഴിച്ച് ആശയോട് കാത്തിരിക്കുന്ന നമ്മുടെ ആത്മമണവാളൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി മടങ്ങി വരാൻ പോകുന്നു. ഈ 2011 ദൈവം നമുക്ക് തരുന്നുവെങ്കിൽ നമ്മുടെ മുമ്പിൽ എന്ത് നമ്മെ കാത്തിരിക്കുന്നു നമുക്കറിയില്ല. നമ്മുടെ കർത്താവായ യേശുവിന്റെ മടങ്ങി വരവോ, ഒരു 3-4 ലോകമഹായുദ്ധമോ, ഞാനും നിങ്ങളും അപകടത്തിലൂടെ മരണത്തിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളോ, നമ്മുടെ പ്രിയപ്പെട്ടവർ വേർപിരിക്കുന്ന നിമിഷങ്ങളോ, എന്ത് തന്നെയായിക്കൊള്ളട്ടെ, ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ. നമുക്ക് നമ്മുടെ കർത്താവിൽ ആശ വെക്കാം. പോയിട്ടില്ലാത്ത പുതിയ വഴികളിലൂടെ പോകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു. ഒന്ന്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഒരു ശുദ്ധീകരണത്തിന്റെ നിമിഷങ്ങളായി ഇത് തീരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകളെ നമുക്ക് ഏറ്റുപറയാം. ഏറ്റുപറച്ചിലൂടെ ഒരു ശുദ്ധീകരണം നമുക്കുണ്ടാകാം. വേർപെട്ട ജീവിതത്തിൽ നിന്ന് ഒരു കാരണവശാലും വ്യതിചലിക്കാതെ നമുക്ക് ജീവിക്കാം.
ഞാനും നിങ്ങളുമാണ് വിശ്വാസത്തിന് വില കൊടുക്കേണ്ടവർ. ഒരു ചെറിയ കൂട്ടത്തെ ദൈവം നമ്മെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. നാം വിശ്വാസത്തിന് വില കൊടുക്കുന്നില്ലെങ്കിൽ വേറെ ആര് വില കൊടുക്കും? ഇല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്നു രാത്രി നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഓടി വരാം. എന്റെ കർത്താവേ, ഞാൻ റെഡിയാണ്, ഞാൻ തയ്യാറാണ്, എന്റെ കുറവുകളെ നീ ക്ഷമിക്കണമേ എന്ന് പറയാം. പിന്നീട് നമ്മൾ കണ്ടത് പുരോഹിതന്മാർ മുമ്പിൽ നടക്കട്ടെ. ദൈവം എഴുന്നേൽപ്പിച്ച ആ ആളുകൾ, ദൈവം എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ അഭിഷിക്തന്മാർ, അവർ നമ്മുടെ മുമ്പിൽ നിൽക്കട്ടെ. അവർക്ക് നമ്മൾ പ്രയാസമുണ്ടാക്കരുത്. അവരെ അനുസരിക്കുവാൻ, കീഴ്പ്പെടുവാൻ നമുക്ക് കഴിയണം. മൂന്നാമതായി കണ്ടത് ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ആഴമേറിയ ബോധ്യം. നിരാശപ്പെടരുത്. ഏത് വലിയ ഭവിഷ്യത്തിലൂടെ പോയാലും നിരാശപ്പെടരുത്. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട എബിയുടെ ശവസംസ്കാര ചടങ്ങിൽ പലരും ഓർത്തൊരു കാര്യമുണ്ട്. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുവാൻ ചെന്ന ആളുകൾ, എങ്ങനെ ഒരു വാക്ക് പറയണമെന്ന് വിചാരിച്ച ആളുകൾ, അവരെ ആ എബി ആശ്വസിപ്പിക്കുകയാണ്. ഓ, അദ്ദേഹത്തിന് അറിയാം എന്റെ കർത്താവ് എന്നോടുകൂടെയുണ്ട്. എന്റെ ഈ ക്യാൻസർ എന്നെ ബാധിച്ച് എന്റെ അവയവങ്ങൾ മുറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എന്റെ കർത്താവ് എന്നോടുകൂടെയുണ്ട്. പതറുകയില്ല. അന്ത്യം വരെയും ദൈവസന്നിധിയിൽ അവൻ വിശ്വസ്തനായി നിന്നു. ദൈവത്തിന് സ്തോത്രം. എന്റെ കർത്താവ് എന്നോടുകൂടെയുണ്ട്. ആ ബോധ്യം നമ്മളെ ഭരിക്കട്ടെ. നാലാമതായി കണ്ടത് യഹോവയുടെ വചനം പ്രമാണിക്കണം. വചനത്തിന് സ്ഥാനം കൊടുക്കണം. വചനത്തിൽ നമ്മൾ നിലനിൽക്കണം. ഉപദേശത്തിൽ നിലനിൽക്കണം. വചനത്തിന് യഥേഷ്ടം എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു ഹൃദയമാക്കി നമ്മുടെ ഹൃദയം മാറ്റണം. ഒടുവിലായി കണ്ടത് യഹോവയെ ഭയപ്പെടണം. അതിനാണ് ഭയാനകമായ യോർദാൻ കടന്ന് അക്കരെ നാട്ടിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുള്ളത്. യഹോവയെ ഭയപ്പെടണം. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ദൈവഭയം നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെയുണ്ട്? സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ദൈവഭയം കുറഞ്ഞു പോയിട്ടുണ്ടോ? പണത്തിന്റെ ആധിക്യം കൊണ്ട്, ബന്ധുബലം കൊണ്ട്, ജോലിയുടെ അഭിവൃദ്ധി കൊണ്ട്, സൗന്ദര്യം കൊണ്ട്, കഴിവുകൾ കൊണ്ട്, പാരമ്പര്യങ്ങൾ കൊണ്ട് ദൈവഭയം കുറഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും വിശ്വാസികൾ, ബഹുമാന്യ പ്രിയപ്പെട്ടവരോടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നമ്മോട് പറയുന്നു, മടങ്ങി വരിക. ഈ രാത്രിയിൽ അവൻ നമ്മെ കാണുകയാണ്. ഞാൻ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത സമാപിച്ചിരിക്കുകയാണ്. ഓ, അവൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി തന്റെ ചോരയാൽ വീണ്ടെടുത്ത സഭയെ ചേർക്കുവാൻ വരികയാണ്. കർത്താവേ, ഈ 2010 നീ വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചു, പക്ഷെ വന്നില്ല. 2011 വന്നിരുന്നെങ്കിൽ, ആമേൻ കർത്താവായ യേശുവേ വരേണമേ എന്നുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. ഓ, കർത്താവിന്റെ പൊന്നുമുഖം ഒന്ന് കാണുവാനുള്ള വെമ്പൽ നമുക്കുണ്ടാകട്ടെ. അവന്റെ പൊന്നുമുഖത്ത് 1000 ചുംബനങ്ങൾ അർപ്പിക്കുവാനുള്ള ആ വലിയ ആഗ്രഹം നമുക്കുണ്ടാകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ? ആ കുറവുകൾ ഇന്ന് രാത്രി ഏറ്റുപറയാം പ്രിയപ്പെട്ടവരെ. പുതിയ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ എന്ന് കർത്താവ് നോക്കുക. ഈ വചനം കേട്ടിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നുണ്ടോ എന്ന് കർത്താവ് നോക്കുക. ഒന്നും എടുക്കാതെ പോകരുത്. നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി അത് കർത്താവിനോട് പറയാം. കർത്താവെ, ഒന്നും അങ്ങോട്ട് അനുസരിക്കാൻ പറ്റുന്നില്ല, ഒന്നും അങ്ങോട്ട് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല, എല്ലാം എൻ്റെ ബൗദ്ധിയിൽ മാത്രമേ വരുന്നുള്ളൂ. എന്നെ നീ സഹായിക്കണമേ, എൻ്റെ പിന്മാറ്റത്തെ നീ ചികിത്സിച്ച് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തെ ഭയപ്പെടുവാൻ നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. എന്തെങ്കിലും നമുക്ക് കർത്താവിനോട് പറയാനായിട്ടുണ്ടോ? കർത്താവ് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, ആ വാക്കുകൾ കർത്താവിന് കേൾക്കാൻ ഇന്ന് രാത്രി കൊതിയുണ്ട്. പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ എന്ന് കാണുവാൻ അവന് വളരെ ആഗ്രഹമുണ്ട്. ഓ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ ദൈവസമൃദ്ധിയായിട്ട് ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.